കെ ഹസൻ മുസ്ലിയാരും ഈ രണ്ടുപേരും ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേഹി പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടുള്ള രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു. മഹാനായ ശംസുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ തന്നെ കൂർമ്മ ബുദ്ധി കാണിച്ച കാരണത്താൽ ബഹുമാനപ്പെട്ട അവരുടെ പിതാവ് കോയട്ടി മുസ്ലിയാർ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശംസുൽ ഉലമയെ ഈ സ്കൂളിൽ നമ്മുടെ LP സ്കൂളാണ്, അവിടെ നിന്ന് ഇനി നീ സ്കൂളിൽ പോകേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മാഷ് വന്നിട്ട് പറഞ്ഞു, അവൻ വലിയ ബുദ്ധിയുള്ള ആളാണ്, അതുകൊണ്ട് അവനെ ഈ രംഗത്ത് തന്നെ പറഞ്ഞേക്കണം, നിങ്ങൾ സ്കൂളിലേക്ക് വിടണം എന്ന് പറഞ്ഞപ്പോൾ കോയട്ടി മുസ്ലിയാരുടെ മറുപടി, അവൻ വലിയ ബുദ്ധിയുള്ളവനും വളരെയധികം കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവനുമാണ് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാത്തത്, ഞാൻ ദീൻ പഠിക്കാനാണ് അവനെ ഇന്നു മുതൽ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞ് ആ മാർഗത്തിലേക്ക് ചേർക്കുകയും അങ്ങനെ വലിയ ലോക പണ്ഡിതനായി വളരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സഹോദരനായ കെ ഹസൻ മുസ്ലിയാർ ഇന്ന് കേരളത്തിന്റെ നാനാ ദിക്കുകളിൽ മഹാനവറുകളുടെ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് മദ്രസകൾ, ഒരുപാട് അറബി കോളേജുകൾ, ഒരുപാട് മറ്റു ദീനീ സ്ഥാപനങ്ങൾ ഒക്കെ വളർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. ആ അവസരത്തിൽ ചെറിയ രൂപത്തിൽ നമ്മുടെ നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഇത് നടക്കേണ്ടത് വളരെ ആവശ്യമായതുകൊണ്ടാണ് നമ്മുടെ സംഘടനയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ കണിശമായ ജീവിത ശൈലികളായിരുന്നു ഉണ്ടായിരുന്നത്. ദർസിൽ പഠിക്കുന്ന സമയത്തും ഈ വലിയ ദീനീ പ്രചരണത്തിന് വേണ്ടിയുള്ള വലിയ പടയോട്ടം നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഈ അടുത്ത് ഒരു ലേഖനം വായിച്ചു, മഹാനവറുകളെ ഒരു പാലക്കാട് ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് ക്ഷണിച്ചു. അതിന് വിധേയ പ്രസ്ഥാനങ്ങൾ അവിടെ വന്ന് തെറ്റായ ആശയങ്ങൾ പറഞ്ഞപ്പോൾ അത് ഗണ്ണിക്കാൻ വേണ്ടി മൂപ്പരെ എടുത്തു പോയിട്ട് പ്രസംഗിക്കാൻ സമയം ചോദിച്ചു, മൂപ്പര് സമയം കൊടുത്തു. അങ്ങനെ എന്നാണോ പരിപാടി നടക്കുന്നത് ആ നടക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന്, അന്നങ്ങനെയാണല്ലോ, തൊട്ട് തലേന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു. അതോടുകൂടി പഴയ ഹർത്താൽ നമുക്കറിയാം, ഇന്നത്തെ ഹർത്താലല്ല. ആ ഹർത്താൽ ഉണ്ടായ പിന്നെ യാത്ര വളരെ ക്ലേശകരമാണ്. അപ്പം മൂപ്പരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ തലേന്ന് തന്നെ ആ പരിപാടിക്ക് വേണ്ടി ദർസിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾ അവരെ ഉസ്താദുമാർ നമ്മുടെ സദസ്സിൽ പരിപാടി നടക്കുന്ന സ്ഥലത്തുള്ള സംഘാടകർ ഇനി നാളെ മൂപ്പര് പരിപാടിക്ക് എത്തൂലല്ലോ എന്ന് കരുതിയിട്ട് അവർ തലേന്ന് ഉസ്താദിനോട് വിവരം പറഞ്ഞു. ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ദർസിൽ വന്ന് നോക്കുമ്പോൾ മൂപ്പര് അപ്പോഴേക്ക് സ്ഥലം വിട്ടിട്ടുണ്ട്. അങ്ങനെ എവിടെയാണ് സ്ഥലം എന്നറിയില്ല. അപ്പോൾ മറ്റുള്ള ആളുകളോട് അന്വേഷിച്ച് പിടിച്ച് ആ നാട്ടിലേക്ക് പോവുകയാണ്. ആ നാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ അവിടെയുള്ള ആളുകൾ രണ്ട് കാര്യം അറിയുന്നില്ല. പോയവരുടെ വിവരമില്ല, ഉസ്താദിൻ്റെ വിവരമില്ല. ഈ പരിപാടി മുടങ്ങിയാലുള്ള വിഷമത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ദൂരെ നിന്ന് ഒരാൾ, ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ നടന്നു വരുന്നുണ്ട്. ഇദ്ദേഹം നടന്നു വന്ന് കുറേ അങ്ങോട്ട് എത്തി നോക്കുമ്പോൾ ഒന്നായിട്ട് മഴ പെയ്തിട്ട് ചളിയിലൊക്കെ മുങ്ങി കുളിച്ചിട്ടാണ് വന്നത്. പള്ളിയിലേക്ക് കയറിയില്ല, കാരണം ഡ്രസ്സൊക്കെ അത്രയും മോശം. അതൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഇത് കെ ഹസൻ മുസ്ലിയാരാണെന്ന് തിരിയുന്നത്. അങ്ങനെ കടന്നു വന്ന് അവിടെ നന്നായി പ്രസംഗിച്ചു. വിരോധത്തുകാർക്കെതിരെ ശക്തമായി വാദമുഖങ്ങളൊക്കെ നിരത്തി ആ പരിപാടി ഭംഗിയാക്കി കൊടുത്തു. ഇങ്ങനെ ഏത് സമയത്തും ഭൗതിക ലാഭം പ്രതീക്ഷിക്കാതെ നമുക്ക് അവരുടെ ജീവിതം പരിശോധിച്ചാൽ അറിയാം. നമ്മളിവിടെയൊക്കെ വരാറുണ്ടല്ലോ, എപ്പോഴും വരുമ്പോഴൊക്കെ കുടുംബ ബന്ധം പുലർത്തുക, അതേപോലെ സിയാറത്തുകൾ നടത്തുക, സുന്നത്ത് ഇസ്ലാമികമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൽ കണിശമായ ശൈലിയാണ്. ഇവിടെ വരുമ്പോൾ അന്ന് ഇവിടെ 6 വീടുകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, 6 വീടുകൾ. ഈ 6 വീട്ടിലേക്കും 6 പൊതിയായിട്ടാണ് വരിക. എന്നിട്ട് ഞങ്ങളോടൊക്കെ തമാശകൾ പറഞ്ഞ്, ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, ചിരട്ടയിൽ അപ്പം ചുട്ട് കളിക്കുന്ന പ്രായമാണ്. ആ സമയത്ത് ഈ വലിയ ആൾ വന്നിട്ട് നമ്മളോടൊക്കെ കുറേ തമാശകളൊക്കെ പറഞ്ഞ് കളിയിലൊക്കെ സഹകരിച്ചിട്ടാണ് പോവുക. അങ്ങനെ ഉള്ള ആ കുടുംബ ബന്ധം പുലർത്തുന്നതിലും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു ദിവസം വീട്ടിൽ വന്ന് എല്ലാവരും ഉണ്ടെന്ന്, എല്ലാ മുത്താപ്പാരും ഉണ്ട്. ആ സമയത്ത് ഉപ്പയോട് പറഞ്ഞു,
ഈ പിന്നെ വല്യപ്പൻ്റെ ആണ്ട് ഇന്ന ദിവസമാണ്, ആ ആയിക്കോട്ടെ ഞാൻ ആണ്ടുപോയില്ലേ വരാമെന്ന് പറയും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തൻ്റെതായ ഒരു ശൈലിയുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ. അങ്ങനെ പരിപാടികൾക്കൊക്കെ പോവുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ പ്രസംഗന്മാർക്കൊക്കെ വളരെയധികം എന്നും പരിപാടിയാണ്. അപ്പോൾ മൈക്കിന് ഇത്ര വാട്സ് വേണം, മൈക്ക് ഇന്ന രൂപത്തിലൊക്കെ വെക്കണം എന്ന് പ്രസംഗിക്കുന്ന ആൾ പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല, മൈക്ക് ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല. പഴയ മൈക്കുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ട് പറയുമ്പോൾ ഈ ശബ്ദം ഉള്ളിലേക്ക് വലിച്ചിട്ട് പെട്ടെന്ന് തൊണ്ട വരണ്ടു പോകും. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ ഈ സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നിരന്തരം പ്രസംഗിച്ച് നിരന്തരം പടവെട്ടി, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നമ്മളോട് വിശദീകരിച്ച് തരും. ഈ